ക്വാണ്ടം ഫിസിക്സും സമയത്തിന്റെ പല അടരുകളും മനുഷ്യന്റെ തീവ്രമായ വികാരങ്ങളും ഒരുമിച്ച് ചേർത്ത് ലോകത്തെ അത്ഭുതപ്പെടുന്ന സിനിമകൾ നിർമ്മിക്കാൻ ഒരു മനുഷ്യന്റെ തലച്ചോറ് എങ്ങനെ സാധിക്കുന്നു? ഞാൻ പറഞ്ഞു വരുന്നത് ക്രിസ്റ്റഫർ നോളനെ കുറിച്ചാണ്. അദ്ദേഹം വെറും ഒരു ഡയറക്ടർ അല്ല, മനുഷ്യന്റെ ചിന്തകളെ വെല്ലുവിളിക്കുന്ന മാന്ത്രികനാണ്. നോളന്റെ അത്യപൂർവമായ സിനിമകളിലെ പിന്നിലെ ശാസ്ത്രീയ ലോജിക്കും അദ്ദേഹത്തിന്റെ മാസ് ഓറയും ഒരൊറ്റ മിനിറ്റിൽ ഇതാ. ഭൂരിഭാഗം സംവിധായകനും ഒരു കഥയോ തിരക്കഥയോ എഴുതിക്കൊണ്ടാണ് സിനിമ തുടങ്ങാറുള്ളത്. എന്നാൽ നോളൻ എങ്ങനെയാണ് തന്റെ ആശയങ്ങൾ രൂപപ്പെടുന്നതെന്ന് അറിയാമോ? അദ്ദേഹം അത് വരച്ചിടുകയാണ് ചെയ്യാറ്. ഇൻസെപ്ഷൻ, ഇന്റർസ്റ്റെല്ലാർ തുടങ്ങിയ സിനിമകളുടെ തിരക്കഥ എഴുതുന്നതിന് മുമ്പ് സമയത്തിന്റെ ഘടനകളെ ജാമീത രൂപങ്ങളായും ജോമെട്രി വരകളായും അദ്ദേഹം ഒരു പേപ്പറിൽ വരച്ചിട്ടുണ്ടാവും. എന്നാൽ ലോകത്തിലെ മറ്റെല്ലാ സംവിധായകരിൽ നിന്നും നോളനെ വ്യത്യസ്തനാക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് രോമാഞ്ചം തരുന്ന ആ ഒരു രഹസ്യം എന്താണെന്ന് അറിയാമോ? അതാണ് റിയലിസത്തിനോടുള്ള അദ്ദേഹത്തിന്റെ കടുത്ത ഭ്രാന്ത്. ഇന്നത്തെ ഹോളിവുഡ് സിനിമകൾ മുഴുവനും പച്ചത്തുണിക്ക് മുന്നിലും കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന് അഭയം കണ്ടെത്തുമ്പോൾ നോളൻ അതിനോട് പൂർണ്ണമായും മുഖം തിരിക്കുന്നു. ടെനറ്റ് എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം യഥാർത്ഥ ബോയിങ് 747 വിമാനം വാങ്ങി കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറ്റി. ഓപ്പൻഹൈമറിന് വേണ്ടി യഥാർത്ഥ സ്ഫോടനം നടത്തി. കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഉപയോഗിച്ച നടന്മാരുടെ അഭിനയത്തിൽ സ്വാഭാവികത നഷ്ടപ്പെടുത്തുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഒരു നടൻ തന്റെ മുന്നിൽ കാണുന്ന കെട്ടിടവും സ്ഫോടനവും യഥാർത്ഥമാണെന്ന് തിരിച്ചറിയുമ്പോൾ മാത്രമാണ് അവരുടെ ഉള്ളിലെ യഥാർത്ഥ നടൻ പുറത്തു വരുന്നത്. അതുപോലെ നോളന്റെ ഷൂട്ടിംഗ് സെറ്റിൽ ചില നിയമങ്ങൾ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. പൂർണ്ണമായ ഏകാഗ്രതയ്ക്ക് വേണ്ടി അദ്ദേഹം ഒരു സ്മാർട്ട് ഫോണോ ഇമെയിൽ ഐഡിയോ ഉപയോഗിക്കാറില്ല. അദ്ദേഹത്തിന്റെ സെറ്റിൽ ആർക്കും ഫോൺ ഉപയോഗിക്കാൻ അനുവാദവുമില്ല. അതിനേക്കാൾ വിസ്മയിക്കുന്ന കാര്യം എന്തെന്നാൽ നോളന്റെ സെറ്റിൽ കസേരകൾ ഉണ്ടാറില്ല. ഇരിക്കുന്നത് മനുഷ്യന്റെ സ്വർഗാത്മകതയെയും ഊർജ്ജത്തെയും കുറയ്ക്കുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. സിനിമ എന്ന കലയോട് ബഹുമാനം കാരണം എല്ലാ ദിവസവും കടുത്ത ഫോർമൽ സൂട്ട് ധരിച്ചാണ് അദ്ദേഹം സെറ്റിൽ വരുന്നത്. ഈ അച്ചടക്കമാണ് അദ്ദേഹത്തിന് ഐക്കോണിക് ഓറ. ഒരു വലിയ ക്രിയേറ്റർ ആകാൻ വലിയ സാങ്കേതിക വിദ്യ അല്ല ആവശ്യം, മറിച്ച് നമ്മുടെ ചിന്തകളോട് കാണിക്കുന്ന പൂർണ്ണമായ അച്ചടക്കവും വിട്ടുവീഴ്ചയില്ലാത്ത കഠിനാധ്വാനമാണെന്ന് നോളൻ നമ്മളെ പഠിപ്പിക്കുന്നു. സ്വന്തം കഴിവിനെ മൂർച്ച കൂട്ടുക, ഒന്നിനോട് വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുക. സ്റ്റേ ലോജിക്കൽ. ബൈ.